ആവിയിൽ വേവിച്ചെടുത്ത അടിപൊളിയായിട്ടുള്ള സ്നാക്കാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ മാത്രം മതി ഇത് ഉണ്ടാക്കാൻ. നമുക്ക് വൈകുന്നേരം ചായന്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിന്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് 1/4 കപ്പ് ഇളം ചൂടുള്ള പാല് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി 1 ടീസ്പൂണ് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ട് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ അതാ ഞാൻ 10 മിനിറ്റത്തേക്ക് ഇത് മൂടി വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഈസ്റ്റ് എല്ലാം നല്ലോണം ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ടാവും. ഇതിലേക്ക് നമുക്കിനി മൈദ ചേർത്ത് കൊടുക്കാം. 3 കപ്പ് മൈദയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. 250 ml മെഷറിംഗ് കപ്പിൽ 3 കപ്പ് മൈദ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ കൂടെ ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 3 മുട്ടയാണ് വേണ്ടത്. അപ്പോൾ ഇതാ ഞാൻ മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് കപ്പില്ലെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഗ്ലാസ്സിൽ അളന്നെടുത്താൽ മതി കേട്ടോ. അപ്പം മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമുക്കിതിനി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കണം. മിക്സ് ആക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി വെള്ളം വേണ്ടി വരും. ഒന്നുകിൽ നിങ്ങൾ ഇളം ചൂടുള്ള വെള്ളം എടുക്കുക, അല്ലെങ്കിൽ ഇളം ചൂടുള്ള പാലെടുത്താലും മതി. അപ്പം ഞാൻ ബാക്കിയുള്ളത് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം നമ്മൾ കൈ കുത്താൻ പാകത്തിനുള്ള ചൂട് മാത്രം ആക്കിയാൽ മതി. എന്നിട്ട് ഇത് നല്ലോണം നമ്മൾ മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഒരു സ്പൂണോ അല്ലെങ്കിൽ വിസ്കോ മറ്റോ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. മൈദയൊന്നും കട്ടയൊന്നും പിടിക്കാണ്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്റർ ആക്കിയിട്ട് എടുക്കാം. നമ്മുടെ മാവ് ഈ ഒരു ലൂസിലാണ് കേട്ടോ നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. ഓവറായിട്ട് തിക്കാവാനും പാടില്ല, അതുപോലെ തന്നെ ഓവറായിട്ട് ലൂസ് ആക്കാനും പാടില്ല. കേക്കിന്റെ ബാറ്ററിനേക്കാളും കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ മാവ് റെഡിയാക്കേണ്ടത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മൂടി വെച്ചിട്ട് 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മാവ് ഇതുപോലെ നല്ലോണം പൊന്തി വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമുക്കിത് ഒരു കേക്ക് ടിന്നിലേക്ക് മാറ്റി കൊടുക്കാം. കേക്ക് ടിന്നിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മാവ് മൊത്തത്തിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും നല്ല പുതിയ ഈസ്റ്റ് നോക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലെ മാവ് നന്നായിട്ട് പുളിച്ച് പൊന്തി വരുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ മാവ് മൊത്തത്തിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ബബിൾസ് എല്ലാം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് റൈസിൻസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഏത് വെച്ചിട്ടും ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുള്ളതുകൊണ്ട് ഞാൻ ഇത് ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റീമറിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ഒരു കേക്ക് ടിന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ ഇതിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം 40 മിനിറ്റ് ആണ് കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതാ 40 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സ്നാക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ചൂടെല്ലാം പോയതിന് ശേഷം നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഞാനിത് കട്ട് ചെയ്തിട്ട് ഇതെങ്ങനെയുണ്ടെന്നും കൂടി കാണിച്ചു തരാം. കട്ട് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലുള്ള ഒരു സ്നാക്കാണ്. നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. ഇതിന് കേക്കിന്റെ ഒന്നും ടേസ്റ്റ് അല്ല, ആവിയിൽ വേവിച്ചെടുക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണിത്. നമുക്ക് വൈകുന്നേരം ചായന്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രെഡിന്റെ റെസിപ്പിയാണ്. ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓവൻ്റെ ഒന്നും ആവശ്യമില്ല. ഈസി ആയിട്ട് ഇതുപോലെ ആവിയിൽ വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം.